ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഒരു വിമർശനമാണ് ഇത് എന്ന് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു താൽക്കാലിക ഇര, അതിൻ്റെ ഒരു CPM ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ടാർഗറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിനെ ടാർഗറ്റ് ഇരയാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലിക ഇരയാവുന്നതിന് മുമ്പ്, അതിന് മുമ്പോടെ SDPയും PDP ഒക്കെ ആയിരുന്നു. PDP സഖ്യകക്ഷിയാവുന്നതുവരെ PDP അബ്ദുൽ നാസർ മദനി ശത്രുവായിരുന്നു. അതിനു മുമ്പ് പിന്നെ മുസ്ലിം ലീഗായിരുന്നു. 80കളിൽ ഞാൻ ഓർക്കുന്നത് മാതൃഭൂമി കോയിൻ ചെയ്ത ഒരു പദം ഉണ്ടായിരുന്നു, ഉഗ്രവാദം. അതിനപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ മത നിലപാടുകൾക്ക് മതം രാഷ്ട്രം സ്ഥാപിക്കുക എന്ന അർത്ഥത്തിലുള്ള യാതൊരുവിധ അർത്ഥവുമില്ല, പ്രസക്തിയുമില്ല. ആ കൽക്കട്ട തിസീസ് CPM കൈയൊഴിഞ്ഞ് ഇതിനെ നമ്മൾ കുറ്റപ്പെടുത്താത്തതുപോലെ ഇതിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായി എങ്ങനെയാണ് നടക്കുക? ഒരു 60 വർഷത്തിലധികം കാലമായി, 70 വർഷത്തോളമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ അത്രയും കാലം പ്രവർത്തിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പഞ്ചായത്ത് രാഷ്ട്രം പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ, 50,000 1 ലക്ഷമോ ആളുകൾ, 50,000 1 ലക്ഷമോ ആളുകൾ, ഇവർക്ക് രാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങളെങ്കിലും പിന്തുണയ്ക്കണം. ഏകദേശം പിന്നെ ഈ 3.5 കോടി മനുഷ്യരിൽ 25-28% വരുന്ന മുസ്ലിങ്ങളിൽ വളരെ ന്യൂനപക്ഷം, കേരളത്തിലെ ഏറ്റവും ചെറിയ മുസ്ലിം സംഘടന ആയിരിക്കും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം CPM പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വെക്കുന്നത് എനിക്ക് തോന്നുന്നു 1987 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ്. അന്നാണ് പിന്നെ ശരീഅത്ത് വിവാദം ആണ് അതിന് ഒരു തുടക്കം കുറിക്കുന്നത്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ 4 പെണ്ണ് കെട്ടലാണ്, പിന്നെ ഉടനെ മൊഴി ചൊല്ലലാണ്, എന്നിട്ട് വേറൊരു പെണ്ണ് കെട്ടലാണ് എന്നൊക്കെ പറഞ്ഞ് CPMമാർക്ക് മനസ്സിലായ ശരീഅത്തിനെയാണ് അവരിവിടെ തെരുവിലിട്ട് അടക്കിയത്. അതിലെ ആയിരക്കണക്കിന് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് വിവാഹവും അതിൻ്റെ വിവാഹമോചനവും പോലെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ശരീഅത്ത് എന്നൊരു പദത്തെ തന്നെ ഈ പിന്നെ KKB പറഞ്ഞ പോലെ പിശാചുവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്തത്. EMS ഒക്കെ തുടങ്ങി വെച്ച പ്രചരണങ്ങൾക്കുണ്ടായി, അതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായി. സ്വാഭാവികമായും പിന്നെ ഇതെന്തോ മുസ്ലിങ്ങളൊന്നാകെ 4 കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് ഇപ്പോൾ അന്നത്തെ മുദ്രാവാക്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണെങ്കിൽ എന്താ പറയുക, പിന്നെ എന്താ അതിലവർ പറയുന്നത്, കെട്ടിയ പെണ്ണിന് പുതുമ നശിച്ചാൽ മൊഴി ചൊല്ലുന്നത് ശരിയല്ല, മൊഴി ചൊല്ലുന്നവർ ചെലവിന് നൽകാൻ മടി കാട്ടുന്നത് ശരിയല്ല. ഇതാണ് CPMൻ്റെ DYFIയുടെ ഒക്കെ അന്നത്തെ മുദ്രാവാക്യം. ഞാൻ ഓർക്കുകയാണ്. ഞാനൊക്കെ അന്ന് ചെറുപ്പകാലമാണ്, എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന, കാരണം അത്രയും മാരകമായ ഓർമ്മയിൽ അത് ഊന്നി നിൽക്കുന്ന അല്ലെങ്കിൽ തറച്ച് കയറുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു. കാരണം നമുക്കറിയാം, അത് കെട്ടിയ പെണ്ണിന് പുതുമ നശിച്ചാൽ പിന്നെ മൊഴി ചൊല്ലാനുള്ള ഒരു ഉപാധിയും ഈ മതത്തിലില്ല, ഇസ്ലാമിലില്ല. നമ്മൾ പറയും പിന്നെ EMS ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നൊക്കെ പറയും. ആധുനിക കേരളത്തിൻ്റെ ശില്പി ആകെ കേരളം 4 വർഷമേ ഭരിച്ചിട്ടുള്ളൂ. 57 മുതൽ 69 വരെയുള്ള ഈ പിന്നെ ദീർഘകാലത്ത് ആകെ 4 വർഷം പിന്നെ കേരളം ഭരിച്ച EMS നമ്പൂതിരിപ്പാടാണ് ആധുനിക കേരളത്തിൻ്റെ ശില്പി.